പണ്ട് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ജ്വാലയൊക്കെ ആണെങ്കിലും ആക്ടേഴ്സ് മൂവിയിൽ ആക്ട് ചെയ്തിരുന്ന ആളുകൾ ആ, വരെ ആ. സീരിയലിൽ ഉണ്ടായിരുന്ന ഒരു അതെ, അതെ, സമയം അതെ. ഉണ്ടായിരുന്നു ആ, അല്ലേ? അപ്പം പിന്നീട് എപ്പോഴാണ് ഇപ്പം സീരിയലിന് നിലവാരം കുറവാണെന്നൊരു ആ, ആ, സംസാരത്തിലേക്ക് പിന്നീട് വന്നല്ലോ. ആ. അത് എപ്പോഴാണെന്നാണ് ചേട്ടന് തോന്നുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്? എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാവും. ഉം. പിന്നെ വിജയിച്ച ഫോർമുലകൾ പിന്തുടരാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അല്ലേ? ഉം. അപ്പോൾ അത് അപ്പോൾ റെപ്പറ്റേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകാറുള്ളത്. ഇപ്പം അതിപ്പോൾ ഭാഷയ്ക്കുണ്ടായിട്ടുണ്ട്, സംസ്കാരത്തിനുണ്ടായിട്ടുണ്ട്, ഉം. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ ധരിക്കുന്ന വേഷങ്ങളല്ല നമ്മളിപ്പോൾ ധരിക്കുന്നത്. ഉം. ഇത് മോശമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് മോശമാണെങ്കിൽ ഇത് മോശമാണ്. ഉം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും ഈ അപചയം സംഭവിക്കാറുണ്ടല്ലേ? ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അഭിനയത്തിന് മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ അത് തീരെ മോശമെന്ന് പറയാനും പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കയ്യാങ്കളിയാണ്. എന്തുകൊണ്ടാണ് ചില സീരിയൽ ഇപ്പോൾ 200 എപ്പിസോഡ് കഴിഞ്ഞു, അപ്പോൾ കഥ അവസാനിച്ചു. പിന്നെ അവർ വലിച്ചു നീട്ടാൻ കാരണം ഈ 200 എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എങ്ങനെ, കാരണം പുതിയത് തുടങ്ങിയിട്ട് 10 എപ്പിസോഡ് തീർന്നു പോകും. ഉം. അപ്പം അതിന് ഉദാഹരണം കാര്യനിസ്സാരം നമ്മൾ 1100 എപ്പിസോഡ് പോയി. അതിന് ഡയറക്ടർ പേര് ഉണ്ണിച്ചെറിയാൻ, ഉം. അതിൽ നായകൻ്റെ പേര് അനീഷ് രവി, ഉം. നായികയുടെ പേര് അനു ജോസഫ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഫ്ലവേഴ്സിൽ വേറൊരു സീരിയൽ ചെയ്യാൻ പോയത്. അത് 26ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ അവിടെ കഥാനായകനോ കഥാനായികയോ അല്ലെങ്കിൽ എഴുത്തുകാരനോ സംവിധായകനോ ആർക്കാണ് ഇവിടെ മാറ്റം വന്നത്? ആരും മാറിയിട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇതൊരു ലക്ക് ഫാക്ടർ ഇവിടെ ഉണ്ട് ഉം. അല്ലേ? നമ്മളൊരു പെട്ടാ പെട്ട് പോയാൽ പോയി എന്ന് പറഞ്ഞ കണക്കാണ്.